ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യമെല്ലാം നമുക്കറിയാം. അതിലുപരി കേരളത്തിൽ കാലവർഷം വരവായി. കാലവർഷം വരുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും പഞ്ചായത്ത് തലത്തിലും എല്ലാം നീർച്ചാലുകളും ഓടകളും വെള്ളക്കെട്ടുകളും എല്ലാം ക്ലീനാക്കിയായിരുന്നു. പക്ഷേ പാല മുനിസിപ്പാലിറ്റി 14-15 അതിരിടുന്ന ഒരു മെയിൻ കനാൽ അവിടുത്തെ ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന മിനിച്ചിലാറിലോട്ട് എന്താ പറയുക, മാലിന്യ കൂമ്പാരങ്ങൾ. ചെയർപേഴ്സൻ്റെ മൂക്കിന് താഴെ കണ്ടില്ലാതെ നടിക്കുകയാണോ എന്നാണ് എനിക്കറിയത്തില്ല. എന്നാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള ജലാശയത്തോട്ട് തോടുകൾ പങ്കിടുന്ന എല്ലാ സ്ഥലത്തും നിരീക്ഷണ ക്യാമറ അനിവാര്യമായിരിക്കുന്നു. ജലം സംരക്ഷിക്കുക. പാലാ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൻ്റെ മൂക്കിന് താഴെ പാലാ പാറപ്പള്ളി റോഡിൽ കരിമ്പത്തെക്കണ്ടൻ ജംഗ്ഷനിൽ അടിലോട്ട് പോകുന്ന മെയിൻ കനാലിലാണ് ഈ അറയ്ക്കുന്ന ദൃശ്യം. ഗൈസ്, കണ്ടാൽ അറപ്പ് വരുന്ന ദൃശ്യം. കാര്യം അവിടുത്തെ ശാസ്ത്രീയ സംഘക്കാരും അവരെല്ലാം അവിടെ തെളിച്ച് നല്ല ചെടികളും പൂച്ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും രാത്രിയിൽ കാറിൽ വരുന്നവരും അല്ലാതെ വൈകുന്ന വേസ്റ്റ് തോട്ടിൽ വെള്ളം ഉയർന്നപ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നു. വൃത്തികെട്ട രംഗം, ലജ്ജിപ്പിക്കുന്ന രംഗമാണ്. ആ വഴിയെ പോകുന്ന എല്ലാവർക്കും കാണാം. ഞാനിങ്ങനെ പോയപ്പോൾ കണ്ടു, അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു തോന്നി. പക്ഷെ ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ നമ്മൾ സോഷ്യൽ ബോധമുള്ള ആർക്കും ഇത് അധികാരികൾ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിക്കണം. നമ്മൾ ഇത് പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മളിങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അവർ പറയാതിരിക്കും ഇത് ഞങ്ങൾക്ക് നോക്കിയെന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മേലധികാരിയുടെ വീട്ടിൽ താഴെ ഇങ്ങനെ വേസ്റ്റ് കുമ്പാരങ്ങൾ കിടന്നിട്ട് അതൊന്നും നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം കാണാൻ അവർക്ക് സാധിച്ചില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്നിരുന്നാൽ പോലും നമുക്കിത് അധികാരികൾ എത്തുന്നതിന് വരെ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ മഴക്കാലത്തിന് മുമ്പേ ക്ലിയർ ആക്കേണ്ടതായിരുന്നു. പക്ഷേ പാലാ മുനിസിപ്പാലിറ്റിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇനി ജലം ഉയരുന്നതിന് മുമ്പ് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ അവിടെ നീക്കം ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്കും അതിൻ്റെ അധികാരവർഗത്തിനും ആകട്ടെ. ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.